ഈ ഒരു സ്റ്റാർ പാറ്റേൺ വരുന്ന ഹെഡ് ബാൻഡ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആക്ച്വലി ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് ജാസ്മിൻ സ്റ്റിച്ച് എന്നാണ്. സ്റ്റാർട്ടിങ് വിത്ത് ചെയിൻ 2 എന്നിട്ട് ഒരു ചെയിനെ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലാണ് പഫ് സ്റ്റിച്ച് ചെയ്യുന്നത്. 3 ടൈംസ് യാൺ ഓവർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന പഫ് സ്റ്റിച്ച് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ഞാൻ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അത്രയും പഫ് സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പൊതുവേ കണക്ക് കൂട്ടാറുള്ളത് ഒരു ചെവിൻ്റെ അവിടെ മുതൽ മറ്റേ ചെവിൻ്റെ സൈസ് എത്ര വരുന്നത് ലെങ്ത്ത് അത്രയാണ് എടുക്കാറുള്ളത് കേട്ടോ. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ട് 20+1 പഫ് സ്റ്റിച്ച് ചെയ്തു. ഒന്ന് സൈഡിൽ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ മാർക്ക് ചെയ്ത പോലെ പഫ് സ്റ്റിച്ച് സെയിം സ്റ്റിച്ചിലും താഴെയുള്ള 2 സ്റ്റിച്ചിലും മാറി മാറി ചെയ്യുക. അപ്പോൾ ഇതൊരു 3 പഫ് സ്റ്റിച്ച് ക്ലസ്റ്റർ ആയിട്ട് ഫോം ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു 3 പഫ് സ്റ്റിച്ച് ക്ലസ്റ്ററിൻ്റെ റെപ്പിറ്റേഷനാണ് പിന്നെ ഈ റോ മുഴുവൻ ചെയ്യുന്നത്. 3 ക്ലസ്റ്റർ ഇൻസേർട്ട് ചെയ്യുന്ന പൊസിഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രാം പോലത്തത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുപോലെ നോക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു റോൻ്റെ അവസാനം എത്തിയിട്ടുണ്ട്. അവിടെയും ഇതുപോലെ 3 ക്ലസ്റ്റർ പഫ് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ഒരു ചെയിൻ 1 എല്ലാത്തിലും 3 ക്ലസ്റ്റർ പഫ് സ്റ്റിച്ചും ചെയിൻ 1ഉം ചെയ്യണം കേട്ടോ. അങ്ങനെ റോ 2 ഫിനിഷ് ആയി കേട്ടോ. ഈ ഒരു സെയിം പാറ്റേണിനെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് റോ 3യിലും വരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ മുകളിൽ വരുന്ന ഈ ഒരു ജാസ്മിൻ സ്റ്റിച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് പാർട്ട് 2ൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്തെടുക്കാം. ഈ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം എടുക്കും, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. റോ 3 സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം ഒരു പഫ് സ്റ്റിച്ച് മാത്രം ചെയ്യും കേട്ടോ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പഫ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് റോ 3യിലെ 3 പഫ് സ്റ്റിച്ച് ക്ലസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇതിൻ്റെ അവസാനം വരെ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാണ്. 3 പഫ് സ്റ്റിച്ച് ക്ലസ്റ്റർ പ്ലസ് ചെയിൻ 1. വീഡിയോ ലെങ്ത്തിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡപ്പ് ചെയ്തിട്ട് വീഡിയോ കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിച്ചാണ് ജാസ്മിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. കുറച്ച് ടഫാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും ഫ്രീ പാറ്റേൺസ് ഉണ്ടോ, ചെയ്യുന്ന വീഡിയോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എക്സ്ക്ലൂസീവ്ലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്ക് കണ്ടാലാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആവുക. അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യണം കേട്ടോ. പിന്നെ പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോ കാണിക്കാം.